എന്താണ് അറിവ് അല്ലെങ്കിൽ ജ്ഞാനം? ഒരു വസ്തു, പ്രതിഭാസം, പ്രക്രിയ, വിഷയം എന്നിവയെക്കുറിച്ച് അനുഭവത്തിലൂടെയോ പഠനത്തിലൂടെയോ ഉണ്ടാകാവുന്ന പരിചയമാണ് ജ്ഞാനം അഥവാ അറിവ്. ഈ പരിചയത്തെ വസ്തുത, വിവരണം, വർണ്ണന, വൈദഗ്ധ്യം എന്നിങ്ങനെ തരംതിരിക്കാം. ഈ പരിചയമാവട്ടെ അനുഭവം, അപഗ്രഥനം എന്നിവ വഴിയാണ് ഉണ്ടാകുന്നത്. ജ്ഞാനത്തെക്കുറിച്ചുള്ള പഠനത്തെ വിജ്ഞാനശാസ്ത്രം എന്ന് പറയുന്നു. പ്ലേറ്റോ ജ്ഞാനത്തെ ന്യായീകരിക്കാവുന്ന വിശ്വാസം എന്ന് വിശേഷിപ്പിച്ചു. പക്ഷേ എന്താണ് വിശ്വാസം, എന്താണ് ന്യായീകരണം എന്നീ കാര്യങ്ങളിൽ അവ്യക്തതയുണ്ടാവാം. അതിനാൽ ജ്ഞാനം എന്ത് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണയിൽ എത്തുക ബുദ്ധിമുട്ടാണ്. ബെർട്രാൻഡ് റസൽ തിയറി ഓഫ് നോളജ് എന്ന ലേഖനത്തിൽ ഈ ബുദ്ധിമുട്ടിനെ വിശദീകരിച്ചത് ഇങ്ങനെയാണ്: യാഥാർത്ഥ്യവുമായി പൊരുത്തമുള്ള വിശ്വാസത്തെ നമുക്ക് ജ്ഞാനം എന്ന് പറയാം. പക്ഷേ എന്താണ് വിശ്വാസം, എന്താണ് യാഥാർത്ഥ്യം എന്ന് ആർക്കും അറിയില്ല. വിശ്വാസവും യാഥാർത്ഥ്യവുമായി ഏതു തരത്തിലുള്ള പൊരുത്തമാണ് വിശ്വാസത്തെ സത്യമാക്കുന്നത് എന്നും ആർക്കും അറിയില്ല. പ്ലേറ്റോയുടെ ന്യായീകരിക്കാവുന്ന വിശ്വാസം എന്ന തത്വം അനുസരിച്ച് ഒരു പ്രസ്താവനയെ ജ്ഞാനമായി കരുതണമെങ്കിൽ അതിന് 3 വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട്. 1, അത് ന്യായീകരിക്കപ്പെടണം. 2, അത് സത്യമായിരിക്കണം. 3, അത് വിശ്വസിക്കപ്പെടണം. അറിവ് നേടിയെടുക്കുന്നതിനെ പഠനം എന്നും പറയാം.